ഏട്ടാ ആ പാടട്ടെ എൽ പരിപ്പൻ എൽ പരിന്തൻ. ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു ഡോൺ ഗെയിമിംഗ്. അപ്പോൾ മച്ചന്മാരെ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ലിവർ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഗൈസ്. നമ്മളത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ പിക്സാർട്ടിൽ കയറുക ഗൈസ്. പിന്നെ ഗൈസ്, നമ്മൾ പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുമ്പോൾ നമുക്ക് ഗാലറിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഗൈസ്. ഈ പ്ലെയിൻ ലിവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക, നിങ്ങൾ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഗൈസ്. പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് ഇതിന് വേണ്ടിയുള്ള ഗ്രാഫിക്സാണ്. ഗ്രാഫിക്സ് നമ്മൾ നേരെ ഗൂഗിളിൽ കയറണം. ഗൂഗിളിൽ കയറിയിട്ട് ഷട്ടർ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വരും. അതിനകത്ത് പോയിട്ട് കാർ ഗ്രാഫിക്സ് എന്ന് അടിച്ചു കൊടുത്താൽ മതി, നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സ് കിട്ടും. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫിക്സ് നോക്കി ഒന്നെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ സ്ക്രീൻഷോട്ടാണ് എടുക്കുന്നത്. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ലോഗിൻ ചെയ്യണമെന്നുള്ളൂ. പിന്നെ നമ്മൾ അത് ആവശ്യത്തിന് നോക്കിയെടുത്ത് ക്രോപ്പ് ചെയ്യുക. ഇതിനകത്ത് തന്നെ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂവിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇതനുസരിച്ച് അങ്ങോട്ട് നോക്കണതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ കിട്ടും ഗൈസ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള കളർ നോക്കിയെടുത്ത് നേരെ നമ്മുടെ ഇഷ്ടമുള്ള സൈസിൽ ആ മേളിലത്തെ വൈറ്റ് ലൈൻ്റെ താഴ്ഭാഗത്തു നിന്നായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ എടുക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ബ്ലെൻഡിൽ പോയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ എന്നുള്ളൊരു ഇത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കൃത്യമായിട്ട് അത് സെറ്റ് ആയി വരുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അത് ബസ്സിൽ ചെയ്യുമ്പോൾ അത് വ്യത്യാസങ്ങൾ വരും. പിന്നെ നമ്മളത് ലെയറിൽ പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും അടിയിൽ തന്നെ റൊട്ടേറ്റ് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഒരേപോലെ തന്നെ ബസ്സിൻ്റെ അപ്പുറവും ഇപ്പുറവും ക്ലീൻ ആയിട്ട് വരും. പിന്നെ നമ്മൾ അതിനകത്ത് ഓരോ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ ബസ്സിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും വരുന്ന പോലെ ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് കുറേ ബ്ലാക്ക് വേണ്ട, അപ്പോൾ ഞാൻ കുറച്ച് ഗ്രീൻ കൂടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ക്രോപ്പ് ചെയ്തത്. അതെ ഗൈസ്, ഇപ്പോൾ ഞാൻ ഫുള്ള് വയ്ക്കാൻ നോക്കിയതാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമായില്ലത്രയ്ക്ക്. അപ്പോൾ ഞാൻ ആദ്യം ബ്ലാക്ക് മാത്രം വയ്ക്കുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രണ്ടും കൂടി വയ്ക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി രസം ഉണ്ടാവും. കണ്ടോ, അപ്പോൾ നല്ല ഇതായില്ലേ വണ്ടിയുടെ ഇത് മാറി. നമ്മൾ അതിനകത്ത് ഒന്നുകൂടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിടണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ കണ്ണാടിയുടെ അവിടെയൊക്കെ വരുമ്പോൾ മറ്റേ ഫ്രണ്ടിലേക്കുള്ള വളഞ്ഞിട്ടുള്ള കണ്ണാടിയുടെയൊക്കെ ബാക്കിൽ വരികയാണ്. ചിലർക്ക് ബ്ലാക്ക് മാത്രമുള്ളവരാണെങ്കിൽ ബ്ലാക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റിൽ പോയിട്ട് നമുക്ക് ഒരു നമ്പർ സെലക്ട് ചെയ്യണം. കാരണം നമ്മുടെ വണ്ടിക്ക് നമ്പർ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഞാനവിടെ ബ്ലാക്ക് കളറും കൂടി സെലക്ട് ചെയ്തത്, അത് എനിക്ക് ക്യാപ്ചർ ചെയ്യില്ല. അതുകൊണ്ട് കണ്ടു ഗൈസ്, നമ്മൾ നേരെ മഞ്ഞ അതാണ് നമ്പർ പ്ലേറ്റ്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതുപോലെ സൈസെല്ലാം കൃത്യമാക്കി വയ്ക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നേരെ അതിനകത്ത് പിന്നെ എക്സ്ട്രാ നമുക്ക് ചെയ്യാനുള്ളത് ഇത് കൃത്യമായി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആഡ് ഫോട്ടോയിൽ പോയിട്ട് നമ്മളിനി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യണം. അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ വണ്ടിയുടെ മേൾഭാഗമാണ്, ഇല്ലെങ്കിൽ വൈറ്റ് ആയിട്ട് കിടക്കുമെന്നുള്ളത് നമ്മൾ ബ്ലാക്ക് ആക്കി എടുക്കുന്നു ക്ലിയർ ആയിട്ട്. അത്രയുള്ള വേറെ ഒരു വ്യത്യാസമില്ല. നമ്മളവിടെ ബ്ലാക്ക് സെറ്റാക്കി ഞാൻ ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മൾ മേളിലും കൂടി ബ്ലാക്ക് സെറ്റാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആ കണ്ണാടിയുടെ അവിടെയും കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് ആയിരിക്കും കണ്ണാടി എന്നുള്ള ഇതുള്ളൂ, വേറെ ഒന്നുമില്ല. ഇത്രയുള്ള ഗൈസ്, സിമ്പിളായിട്ട് ഇങ്ങനെയാണ് നമുക്കൊരു ലിവറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗൈസ്. പിന്നെ നമുക്ക് വേണ്ട ചിലർക്ക് നമ്പറല്ല ഈ നെയിം ബോർഡൊക്കെ വേണ്ടവർക്ക് ഇങ്ങനെ അതൊന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് നെയിമും കൂടി അവിടെ വെച്ച്, ഞാനിപ്പോൾ ഫോണ്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് വെച്ചിട്ടാണ് ഈ കീബോർഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സ്റ്റൈലിൽ നോക്കി, ഇപ്പോൾ ഞാൻ വെറുതെ ഒരു പേര് കൊടുക്കുന്നതാണ് ജാഗ്വർ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ആ ജാഗ്വർ എന്നുള്ള സ്റ്റൈലിൽ തന്നെ അവിടെ കൊടുത്തു. നമ്മൾ നേരെ വന്നിട്ട് അതിനെ ചെറുതാക്കി നേരെ അവിടെ കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ ലിവറി ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ നമുക്ക് ആ പേരും കൂടി വരും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കപ്പോൾ ആ ബ്ലാക്കിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത്രയും ഒരു വലിയ ഫീല് കിട്ടില്ലത്. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ. പിന്നെ നമുക്കിനി വേണ്ടത് ബാക്ക് ചെയ്തതാണ് ഗൈസ്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ ആക്സസറീസിൽ അതിൻ്റെയും കൂടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള നോക്കി ഡൗൺലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഗൈസ് അതിനകത്ത് നിന്ന് ഗ്രീൻ കർട്ടൻ സെറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ബാക്കിൽ പോയിട്ട് കൃത്യമായി അലൈൻ ചെയ്യുക. നമ്മുടെ ആവശ്യമുള്ള നോക്കിയാണ് ഗൈസ് ബാക്കിയത്തെ കർട്ടനാണ്. നിങ്ങൾക്ക് ഇതിനകത്തും വേണമെങ്കിൽ അതും ഇതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ലിവറിയിലുണ്ട്, മീൻസ് ഡോൾബി അറ്റ്മോസ് അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ബ്ലെൻഡിൽ പോയിട്ട് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ക്ലീനായിട്ട് നിന്നോളും.
അപ്പോൾ ചമാരെ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.